ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല, വലിയ മഴയോ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്ന് വെള്ളം വന്ന ദിവസമാണ്. വെള്ളം വരുന്ന എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിൻ്റെ പുറകെ പോവും. പിന്നെ അവിടെയൊക്കെ കഴുകണം. ഒന്നിക്കൊന്നൊരാടെ നമുക്ക് വെള്ളം വരുവേ. അപ്പം മുകളിൽ ടാങ്കിലൊക്കെ പിടിച്ച് കഴിഞ്ഞ് നമ്മൾ മോട്ടർ അടിക്കാനായിട്ട് നിൽക്കത്തില്ല, നല്ല സ്പീഡിലാണ് വെള്ളം വരുന്നത്. അപ്പം ഞാൻ ഈ ഓസ് കുത്തിയിട്ട് നേരെ മുകളിലെ ടാങ്കിലോട്ട് അങ്ങിടും. അപ്പം വെള്ളം ശരിക്ക് കയറിക്കോളും. അപ്പം ഞങ്ങൾ 2 ഫാമിലിയാണല്ലോ താമസിക്കുന്നത്. താഴെ ഞങ്ങൾ, മുകളിൽ വേറൊരു ഫാമിലി. അപ്പോൾ ഈ 2 പേർക്ക് സെപ്പറേറ്റായിട്ട് 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടാങ്കിലും പിടിക്കാനുള്ള വെള്ളം ആ സമയം 1 മണിക്കൂർ നന്നായിട്ട് വെള്ളം വരും കേട്ടോ. നമുക്ക് 1 മണിക്കൂറൊന്നും വേണ്ട, നല്ല രീതിയിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മുടെ 2 ടാങ്കും നിറയും. അപ്പം മുകളിൽ ടാങ്കൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. പിന്നെ താഴെ വന്നപ്പോഴത്തേക്ക് താഴെ എല്ലാ അഴുക്കൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ വെള്ളം വരുന്ന ദിവസം എല്ലാ വീടുകളിലെ അവസ്ഥ ഇതുപോലെ കഴുകലും പെറുക്കലും റോഡൊക്കെ പൊടിയൊക്കെ ആയിരിക്കുമല്ലോ എപ്പോഴും. അപ്പം വെള്ളമൊക്കെ അടിച്ചിങ്ങനെ അവിടെ എല്ലാം കഴുകി വെള്ളം വരുന്ന ഒരു ദിവസം കുറേ പണിയാണ്. എന്താ പറയുന്നത്, ആ 1 മണിക്കൂർ നന്നായിട്ട് നമ്മൾ പണി കാണും. അതുപോലെ ഇന്നും എൻ്റെ ഒരവസ്ഥ. അപ്പോൾ വെള്ളം തീർന്ന് ഏകദേശം മുകളിലൊക്കെ പിടിച്ച് ഞാൻ ഉള്ളിടം ഒക്കെ കഴുകി. പക്ഷേ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഈ കോല ഒന്നും കഴുകാനുള്ള വെള്ളം കിട്ടിയില്ല. അതൊക്കെ ഇനി പിടിച്ച് വേണം കഴുകാനായിട്ട്, അല്ലാതെ പൈപ്പിൽ നിന്ന് പിടിച്ച് വേണം കഴുകാൻ. അപ്പം ബാക്കി റോഡൊക്കെ എന്തായാലും വെള്ളമൊക്കെ അടിച്ചിനി അതൊക്കെ ഒന്ന് ഇവിടുന്ന് ഇതൊക്കെ ഒന്ന് ഈ ഓസൊക്കെ ഊരി ഒന്ന് മടക്കി വെച്ച് ഇവിടെ അടിച്ച് വാരിക്കളയണം. അപ്പം ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് മടക്കി വെച്ച് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. വൈകുന്നേരം സമയമായ ചില ദിവസം 3 മണി കഴിഞ്ഞ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെള്ളം വരുന്നത് പ്രതീക്ഷിക്കാം കേട്ടോ. ഇന്ന സമയമൊന്നുമില്ല. ചില ദിവസം കണ്ടിന്യൂ ആയിട്ട് 3:30 അങ്ങനെ ആ ടൈമിൽ വരും. 3 മണി കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കിയിരിക്കണം, ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ എപ്പോൾ വരും ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ചില ദിവസമാണെങ്കിൽ 5:30 ആവും വരുമ്പോൾ. അപ്പം വെള്ളമൊക്കെ പിടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് അടിച്ച് വാരി ആ വെള്ളമൊക്കെ അങ്ങോട്ടൊന്ന് കളഞ്ഞു കഴിഞ്ഞ് എന്തെങ്കിലും കാപ്പിക്ക് വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പം കുഞ്ഞും ഉണ്ട്, അപ്പനും ഉണ്ട്. അപ്പന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അപ്പനും ഉണ്ട്. അപ്പം വലിയ മോൻ കളിക്കാനായിട്ട് അവനങ്ങ് പോയി. സ്കൂൾ വിട്ടൊക്കെ വന്നു കഴിഞ്ഞ് വൈകുന്നേരം സമയമാകുമ്പോൾ അവൻ കളിക്കാനായിട്ട് കുറച്ച് നേരം അങ്ങ് പോകും. അപ്പം ഞാൻ ഓർത്ത് കാപ്പിക്ക് വൈകുന്നേരം ചായക്ക് നമ്മുടെ കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുമ്പളപ്പം അറിയാമല്ലോ കുമ്പളപ്പം വയണയില, ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് വയണയില എന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇത് പറയും. പിന്നെ എടണയില അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ വയണയില എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ വയണയില കുറച്ച് കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ പോയ ഒരു ഫാമിലി, അതായത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയാം, പുള്ളിക്കാരി കൊണ്ടു തന്നു കുറച്ച് വയണയില. അപ്പം എനിക്ക് ഭയങ്കര ജീവനായി വയണയില, അതിൻ്റെ മണം. പക്ഷേ എനിക്ക് തോന്നാറുണ്ട് പണ്ട് കിട്ടിയ ആ ഒരു ഇതൊന്നും ഇപ്പം നമ്മൾ പട്ടൊക്കെ ഫ്രഷായിട്ട് ഇങ്ങനെ വയണയിലയൊക്കെ പറിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ ആ ഒരു മണം പിന്നീടുള്ള എനിക്കങ്ങനെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ആ മണം എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എന്താ ഒരു പണ്ടൊക്കെ ഓർക്കാൻ കൂടി വയ്യ. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ പണ്ട് നമ്മൾ അട ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം വാഴയിലയിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത്, വട്ടയിലയിൽ ഉണ്ടാക്കുമായിരുന്നു പണ്ട്. ഈ സംഭവമൊക്കെ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒന്നും ഇപ്പം നമുക്ക് നാട്ടിലല്ലാത്തതുകൊണ്ടൊരു രക്ഷയും ഇല്ലല്ലോ. അതുപോലെ എനിക്ക് വയണയില, വട്ടയില ഇതിലൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ നാട്ടിൽ ആരെങ്കിലും പോയാൽ എന്ത് വേണമെന്ന് ചോദിച്ചാലും ഞാൻ പറയും വയണയില കിട്ടുവാണെങ്കിലേ അതാകുമ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. കാശ് മുടക്കുള്ള കാര്യമൊന്നും അല്ലല്ലോ. എന്നാലും പറിച്ചുകൊണ്ട് വരുന്നതിന് പാടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയും അതുണ്ടെങ്കിൽ കൊണ്ടുവരണേന്ന് പറയും. അപ്പം അതുപോലെ മറക്കാതെ എൻ്റെ ആ ഫ്രണ്ട് അത് കൊണ്ടുവന്നു. അപ്പം ഞാൻ ഓർത്തു ഇനി അത് വെച്ചിരുന്ന് ഒന്ന് ഫ്രിഡ്ജിൽ കവറിലിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. അപ്പം ഞാനത് ഒരു ഉച്ചയായ ഒരു 2 മണിക്കൂർ മുമ്പേ ഞാനതെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടു. കാരണം അതിന് ചെറിയൊരു ഇത് കാണുമല്ലോ, ഒരു ഉണങ്ങിയിരിക്കുന്നത് പോലെ. അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ മണം വരാൻ തുടങ്ങി കേട്ടോ. ഇലയ്ക്ക് നല്ല മണമൊക്കെ തോന്നി തുടങ്ങി. അപ്പം ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചു. അപ്പം ഞാൻ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് റവ എടുത്ത് ഒന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ വറുത്തെടുത്ത്
അപ്പം ഞാൻ റവയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ചക്കയും കൂടെ നമ്മൾ വിളയിച്ചതുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ചക്ക വിളയിച്ചതില്ലല്ലോ. അപ്പം ഞാൻ ഓർത്തു ശർക്കര പാനിയാക്കി ഒഴിച്ച് നമുക്ക് ഈ ഗോതമ്പ് പൊടി റവയും കൂടെ ഇട്ട്, കാരണം ഗോതമ്പ് പൊടി തന്നെയാകുമ്പോൾ ഒരു ഒട്ടൽ പോലെ തോന്നും. അപ്പോൾ റവയും കൂടെ ഇടുമ്പോൾ ഇച്ചിരി ഹാർഡായിട്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് റവയും എടുത്ത് വറുത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ഇലയൊക്കെ ഒന്ന് കുമ്പിൾ കുത്താം. അതിന് ഞാൻ ഈർക്കിലൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഈർക്കിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞ് നമുക്കിനി മാവ് കുഴയ്ക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്താ പഴയകാല ഓർമ്മകളാണ് ഇതൊക്കെ. പിന്നെ അന്നൊക്കെ നമുക്ക് ഇതൊക്കെയാണ് കൂടുതലും. അന്നൊക്കെ തോന്നുന്നു ഇതേ ഉള്ളോ, ഇതാണോ എപ്പോഴും എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കിട്ടാനില്ല. എന്താ പറയുക, എന്നെ സംബന്ധിച്ച് ഈ പഴയ ആ ഒരു ഇതൊക്കെ എനിക്കിപ്പം ഓർമ്മ വന്ന്. അങ്ങനെ ഇവർക്കാർക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനാണെങ്കിൽ പഴയ നട ഈ സംഭവമൊക്കെ എനിക്ക് ഭയങ്കര കാര്യമാണ്. അതുപോലെ എൻ്റെ ചെറിയ മോനും ഇഷ്ടമാണ് കേട്ടോ. ശർക്കര പാനിയൊക്കെ ഒഴിച്ച് നമ്മൾ അല്ലാതെ അകത്ത് വെച്ചാലൊന്നും അവൻ കഴിക്കത്തില്ല. ശർക്കര പാനിയൊക്കെ ഒഴിച്ചിങ്ങനെ ഇളക്കി ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവൻ കഴിക്കും. അല്ലാതെ അകത്ത് വെച്ച് കൊടുത്താൽ പുള്ളിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ റവയൊക്കെ ഒന്ന് വറുത്ത് വെച്ചതൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഒരു 2 ആ ബൗളിന് 2 ബൗൾ ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തേ. ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ ജീരകവും ഏലക്കയും ഞാൻ ഇടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ചില്ല, ഒന്ന് ചെറുതായിട്ട് ചതച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇലയൊക്കെ ഞാൻ അത്രേ കുമ്പിൾ കുത്തി എടുത്തുള്ളൂ. ബാക്കി നമുക്കല്ലാതെ തന്നെ നോക്കാം. ഞാൻ അത്രയും കുത്തി അവിടെ വെച്ചു. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണേ. അപ്പോഴത്തേക്കും ഞാൻ ആ ജീരകവും ഏലക്ക പൊടിച്ചതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണം. നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ശർക്കര പാനിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കുഴച്ചൊക്കെ എടുക്കാം. വൈകുന്നേരം ആകുമ്പോൾ ഓരോ ദിവസവും എന്തോ ഉണ്ടാക്കും, എന്ത് കഴിക്കും, പിള്ളേർ കഴിക്കുന്നത് വേണമല്ലോ ഉണ്ടാക്കി കൊടുക്കാനേ. നമുക്കൊക്കെ പണ്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു. നമുക്കൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തുണ്ടാക്കുന്ന അന്ന് കഴിക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരിതായിരുന്നു. ഇപ്പോൾ ഈ പിള്ളേർ കഴിക്കുന്നതൊക്കെ നോക്കി ഉണ്ടാക്കണം. പിന്നെ എപ്പോഴും എണ്ണപ്പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ തിരുകി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തേ അതിനകത്തോട്ട്. തേങ്ങ തിരുകിയും വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ നമ്മൾ ഈ ഉണ്ണിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്നത് പോലെ പീസ് പീസാക്കിയും കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മാവ് കുഴച്ചിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ അപ്പം തിന്നുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഓരോ കടി കിട്ടുന്നത് നല്ലതല്ലേ, അതൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. പൊടിയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം, എല്ലാവർക്കും അറിയാം ഇതൊക്കെ, എന്നാലും ഞാനങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് കൊടുക്കാവേ. കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ച് ആവശ്യാനുസരണം, നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. കുറേശ്ശെ ശർക്കരപ്പാനി അരിച്ചൊഴിക്കണം. കാരണം നമ്മുടെ ശർക്കരയ്ക്കകത്തൊക്കെ അഴുക്ക് കാണുമല്ലോ. ഇപ്പോൾ എത്ര ഇതായിട്ട് എടുക്കുന്നതാണെങ്കിലും അഴുക്ക് കാണും. അപ്പം ചെറിയൊരു ചൂടുണ്ടേ. അപ്പം ആ ശർക്കരപ്പാനി ഞാൻ ആക്കി വെച്ചതിന് അതാണ് ഞാൻ അങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നമുക്ക് ആ ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് കൈ കൊണ്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പം നാട്ടിലൊക്കെ ചക്ക സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടുതലുണ്ടാക്കുന്നതാണ് അട, പിന്നെ ഇതുപോലെ വയണയിലയപ്പം, ഇതൊക്കെ ആയിരിക്കും കൂടുതലും. പക്ഷേ എന്ത് ചെയ്യാം, നാട്ടിൽ ചക്കയൊക്കെ ഉള്ളവരാണ് ഈ ചക്കയൊക്കെ വഴട്ടി ചക്ക വഴട്ടി അങ്ങനെയൊക്കെ സൂക്ഷിക്കുമല്ലോ. എന്താ പറയുക, നമുക്കിവിടെ കിട്ടാനില്ലാഞ്ഞിട്ടാ കേട്ടോ. എനിക്ക് മെനക്കെടുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ചക്കയൊന്നും നമുക്ക് അതുപോലെ കിട്ടാനില്ലല്ലോ. ഇപ്പം നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ മെനക്കെട്ട് നമ്മൾ ചക്കയൊക്കെ വഴറ്റി വെച്ചേനെ. പക്ഷെ നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ കൊതിക്ക് ഒരെണ്ണം വാങ്ങണമെങ്കിൽ തന്നെ 10, 200, 300 രൂപയും. പക്ഷേ മേടിക്കുന്നതിൽ ഉണ്ടാവുമോ എന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അങ്ങനെ ഞാൻ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ. ആ തേങ്ങാക്കൊത്തൊക്കെ അതിനകത്തിട്ട് നല്ലതുപോലെ കുഴച്ചിട്ട് കുമ്പിൾ കുത്തി അതിനകത്തോട്ട് കുറേശ്ശെ മാവൊക്കെ വെച്ച് അങ്ങോട്ട് കൊടുത്തു. അതിനിടയ്ക്ക് എൻ്റെ വാവ വന്ന് നിന്ന് കാര്യം പറയുന്നുണ്ട്. അവൻ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പുള്ളിക്ക് നന്നായിട്ട് ഉറക്കം വന്നിട്ടും പകൽ ഉറങ്ങണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുള്ളിയെ പിടിച്ച് കിടത്തി പേടിപ്പിച്ചൊക്കെ ഞാൻ ചില സമയത്ത് ഒച്ച വെച്ചിട്ടൊക്കെയാണ്, ഒച്ചയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വഴക്ക് പറയും മോനെ ഉറങ്ങുന്നൊക്കെ പറഞ്ഞ് നമ്മൾ
ഒരിതാക്കണം പുള്ളി ഉറങ്ങണമെങ്കിൽ. കാരണം രാത്രി നേരത്തെ ഉറങ്ങുന്നതാണെങ്കിൽ പ്രശ്നമില്ല. രാത്രിയിലും ഉറങ്ങാൻ പുള്ളിക്ക് 11 മണിയൊക്കെ ആവും. അപ്പോഴത്തേക്ക് അങ്ങനെ ആകുമ്പം കുഞ്ഞുങ്ങളല്ലേ അവർക്കൊരു ഇതാകത്തില്ല. ഉറക്കം വന്നാലും ഇങ്ങനെ നടക്കും. അതേ സമയത്ത് ചേട്ടനും അപ്പനും ഒന്നും വീട്ടിലില്ലെങ്കിലും ഞാൻ വിളിക്കുമ്പോഴേ വന്ന് കിടന്ന് ഉറങ്ങും. അപ്പനെയോ ചേട്ടനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ ഇച്ചിരി പാടാണ്. പുള്ളിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. എന്നിട്ടും എൻ്റെ അടുത്ത് വന്നിരുന്ന് വർത്താനം പറയുക. ഞാൻ പറയുക മോൻ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടല്ലോ, പോയി ഉറങ്ങാൻ പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട എന്ന് പറയുക പുള്ളി. അങ്ങനെ ഞാൻ കുമ്പിളൊക്കെ കുത്തി അപ്പമൊക്കെ ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാൻ കുമ്പിൾ കുത്തി, ബാക്കി കുമ്പിൾ ഇങ്ങനെ ആക്കിയിട്ട് തന്നെ അല്ലാതെ തന്നെ വെച്ചു. അത് വെന്തിങ്ങോട്ട് വരുമ്പോൾ എന്താ ഒരു മണം, എന്ത് മണമാണെന്നറിയാമോ. അതങ്ങോട്ട് മൂക്കിലോട്ടടിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലല്ലേ. അപ്പം ഞാൻ അതൊക്കെ ഏകദേശം വെന്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് വെള്ളവും കൂടെ വെച്ചു. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കാൻ വെള്ളം വെച്ചു. വെന്തു നന്നായിട്ട്. ഞാൻ ഒരെണ്ണം ഇങ്ങനെ ഇളക്കി നോക്കിയായിരുന്നു, അപ്പം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ 3-4 പീസ് ഞങ്ങൾക്ക് ചായ കുടിക്കാനായിട്ട് ഞാൻ പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി വെച്ചേ. അപ്പം അപ്പൂസും ഉണ്ട്, കുഞ്ഞാവ അവിടെ ഇരിപ്പുണ്ട്. അപ്പം കുഞ്ഞാവ ആദ്യമേ വന്ന് ചോദിച്ചു വാവയ്ക്ക് തിന്നാനാണോ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര വർത്തമാനമായിരുന്നു. അപ്പോൾ വാവയ്ക്ക് തിന്നാൻ തരാമെന്നൊക്കെ പറഞ്ഞു. ഞാനെടുത്ത് പ്ലേറ്റിലൊക്കെ വെച്ചു. കട്ടൻ ചായ ഇടാനായിട്ട് തേയിലയൊക്കെ ഇട്ട് കൊടുത്ത് കട്ടൻ ചായയൊക്കെ റെഡിയായി കേട്ടോ. പിന്നെ എന്താ, അപ്പം നമ്മുടെ കുമ്പളപ്പവും കട്ടൻ ചായയൊക്കെ റെഡിയായി. ഇനിയും കട്ടൻ ചായയും കുമ്പളപ്പമൊക്കെ ഞങ്ങൾ കഴിക്കട്ടെ. ഇനി അവർക്കും കൊണ്ട് കൊടുത്ത് കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞ് ഇനിയും തിരിച്ച് വീണ്ടും അടുക്കളയിലോട്ട് വൈകിട്ടത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ ഒന്നിച്ചങ്ങനെ ഉണ്ടാക്കാറില്ല, വൈകിട്ടത്തേക്കും എല്ലാം കൂടെ. ചില ദിവസം കാണും കേട്ടോ, നമുക്ക് ഇന്ന ഒരിതൊന്നൊന്നുമില്ല. അയ്യോ, ചില ദിവസങ്ങളിൽ ഞാൻ ഉച്ചയ്ക്ക് വെക്കുമ്പോഴും ഒന്നിച്ചങ്ങ് വെക്കും. ചില ദിവസം അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ 2 ട്രിപ്പായിട്ടൊക്കെ ആയിരിക്കും വെക്കുന്നത്. അങ്ങനെ ഞാൻ പാത്രമൊക്കെ കുഞ്ഞുമോൻ വന്ന് വിളിച്ച് അവന് പാത്രമൊക്കെ കഴുകി വേറെ കൊടുത്ത് അവൻ വന്ന് മേടിച്ചുകൊണ്ട് പോയി പാത്രമൊക്കെ. അപ്പോൾ ഇനി കട്ടൻ ചായയൊക്കെ എടുത്തു. 2 ഗ്ലാസ്സിലായിട്ട് കട്ടൻ ചായ. എന്തായാലും എൻ്റെ 2 മക്കളും ചായ കുടി പരിപാടിയൊന്നുമില്ല. മൂത്ത ആൾ വഴക്ക് പറഞ്ഞൊക്കെ ഞാൻ കുടിപ്പിക്കുമായിരുന്നു. ഇപ്പം തീരെ കുടിക്കാറില്ല. അപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം മതി കട്ടൻ ചായയൊക്കെ. കട്ടൻ ചായയാണേലും പാൽ ചായയാണേലും ഒന്നും ഈ പിള്ളേർ രണ്ടും കുടിക്കത്തില്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതിനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള ഇതുണ്ടല്ലോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ടിരിക്കട്ടെ. അപ്പം ചായയൊക്കെ കുടിച്ച് കഴിക്കട്ടെ. അപ്പം എന്താ പറയുന്നത്, കുഞ്ഞാവ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞാവ ഇലയൊക്കെ ഇങ്ങനെ കാണിക്കുക. അവരൊക്കെ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ കാണുന്നത്, കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ നമ്മൾ സ്ഥിരമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പം നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.